ഹലോ നമസ്കാരം. പാലക് പനീർ ഇതിനേക്കാളും രുചിയായിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ, എനിക്ക് ഉറപ്പാണ്. എന്തായാലും വീട്ടിൽ ഒരുപാട് പാലക് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു സ്റ്റൈലിലുള്ള പാലക് പനീർ എങ്ങനെയെന്ന് കാണിക്കാം കേട്ടോ. പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റാണ്. അപ്പോൾ പാലക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. പാലക്കിന് ഒത്തിരി സമയത്ത് വേവിക്കരുത് കേട്ടോ. ഒന്ന് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഇട്ട് വെച്ചാൽ മാത്രം മതി. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആമണ്ട്സ് കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുതിർത്ത് വെക്കുവാണെങ്കിൽ എളുപ്പമാണ്. ഞാനിത് വേവിച്ചെടുക്കുവാണ്. പാലക്ക് 2 മിനിറ്റ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം എടുത്ത് മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ പാലക്കിൻ്റെ കളറ് മാറിപ്പോകും കേട്ടോ. നമുക്ക് നല്ല ഗ്രീൻ കളറല്ലേ വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലെൻഡറിലോട്ട് നമ്മുടെ പാലക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാലക്കും അതിൻ്റെ കൂട്ടത്തിൽ ആമണ്ട്സ് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പനീർ പീസസ് ഇടണം. പിന്നെ അതിനകത്തേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ്, വളരെ ചെറിയ പീസ് സിന്നമൺ, ഒരു ഏലക്കായ, 2 ഗ്രാമ്പു, ഇത്രയും മാത്രം ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് മിൽക്ക് ക്രീം ആഡ് ചെയ്യണം. മിൽക്ക് ക്രീം യൂഷ്വലി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി, പക്ഷേ ഞാനിവിടെ പാലിൽ നമ്മൾ മേലെ തെളിഞ്ഞ് വരുന്ന പാടയുണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും തന്നെ അങ്ങ് ബ്ലെൻഡ് ചെയ്യുമ്പോഴേ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സവാള, ഇഞ്ചി, പിന്നെ ഞാൻ 2 പച്ചമുളക്, അതൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെക്കണം. ഇനി എല്ലാ പ്രിപ്പറേഷനും നമ്മുടെ നെയ്യിലാണ് ചെയ്യുന്നത്. സോ അതിനകത്തേക്ക് കുറച്ച് ജീരകം ചേർത്തു, പിന്നെ 2 ബേ ലീഫ്, പിന്നെ കുറച്ച് ഇഞ്ചി ഫൈൻലി ചോപ്ഡാണ്. അതുപോലെ തന്നെ നമ്മുടെ സവാളയും വളരെ ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ. ആ ചോപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. അതൊക്കെ നന്നായി വഴന്നതിന് ശേഷമാണ് നമ്മൾ കൊറിയാൻഡർ പൗഡറും അതുപോലെ ടേമറിക് ആൻഡ് ചില്ലി പൗഡർ ആഡ് ചെയ്തത് കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് 2 പച്ചമുളക് കൂടെ ആഡ് ചെയ്തു. പച്ച മീൻസ് ഓൾമോസ്റ്റ് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തു. നല്ല കളറാണത് കേട്ടോ. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയതിന് ശേഷമാണ് ഞാൻ പാലക് മിക്സ് ഞാൻ അതിനകത്തേക്ക് ഇട്ടത്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പനീറൊന്ന് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് എടുത്തതാണ്. അതുപോലെ തന്നെ ബോയിൽ ചെയ്ത ഫ്രഷ് പീസ് ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ സീസണാണല്ലോ, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തപ്പോൾ കറി നല്ല അസാധ്യ രുചിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കസൂരി മേത്തി കൂടെ ആഡ് ചെയ്തു. നല്ല പച്ചമയം, നമ്മുടെ പുറത്ത് ബാൽക്കണിയിലുള്ള ആ ഒരു പച്ചപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാനിലോട്ട് മാറി, അത്രേ പറയണ്ടു. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ് ജസ്റ്റ് വാവ്. ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് നല്ല റൊട്ടി ഉണ്ടാക്കാം. അതിനിടയിൽ ഒരു കൈപൊള്ളൽ നടന്നു, അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. കൈപൊള്ളിയാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഗോതമ്പ് മാവ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ലതാണ്. അങ്ങനെ ബ്ലിസ്റ്റേഴ്സായിട്ട് ഫോം ആവില്ല. അപ്പം തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ റൊട്ടി ഉണ്ടാക്കുവാണ്. റൊട്ടി വളരെ പ്ലെയിനായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് നല്ല നെയ്യ് കൂടെ ചേർത്ത് കഴിക്കാൻ ഒരു ടേസ്റ്റാണ്. എന്തായാലും ഈ പാലക് പനീർ ഒരു മസ്റ്റ് ട്രൈ ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കമൻറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.